ഇപ്പം നമ്മുടെ ടെർമിനലിൽ വന്നിട്ടാന്നുള്ളത് കേട്ടാ. പിന്നെ നമ്മളെ പിള്ളേരെല്ലാം എത്തണം അത്ര, അവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന അത്ര. നമ്മൾ കുറച്ചാളുണ്ടായിന്. അപ്പോൾ രണ്ടാൾ സ്കൂട്ടി എടുത്തു, മറ്റുള്ള അവർ സൈക്കിൾ എടുത്തിട്ട് വരുന്നുണ്ട് പിള്ളേരെല്ലാം. ഇതിൻ്റെ കുറച്ചപ്പുറം വന്നിട്ടോ കളിക്കുന്ന ടെറഫെല്ലാം. അത് പിന്നെ നമ്മൾ എടുത്തിട്ടാണ് എന്നാൽ ഇരുട്ടാടല്ലേ. ആ അതിൽ ഒരാളെത്തി. ഇതാ നല്ല സ്പീഡിലാണ് പോകുന്നത്. കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാനിത് ഇതുവരെ കണ്ടിട്ട. അതായത് ഒരു പുഴക്കക്കര. മറ്റേ പാലം കാണുന്നത് പല തവണ ഇവരോട് എല്ലാവരും പറഞ്ഞ നമ്മളൊരു എല്ലാവരോടും ചേർന്ന് ഒരു പരിപാടി സംഘടിപ്പിക്കാം. നമ്മുടെ അഡീഷണൽ താസാർ ഉൾപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ താസാറെല്ലാം തന്നെ സംബന്ധിച്ച കാര്യം. പക്ഷെ അന്ന് ഒരാൾ പോലും, വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അങ്ങനെ അതിന് തയ്യാറായിട്ടുള്ളൂ. പക്ഷെ അതല്ല ദേവൂട്ടനടന്ന് എന്തോ ഫുഡ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ജ്യൂസായിട്ടും മറ്റുള്ള സ്നാക്സ് ഐറ്റംസും എല്ലാം ഉണ്ട് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി. നൈറ്റ് അതാ ഒരു ബോട്ട്, അതിൽ പരിപാടി ഉണ്ട് കേട്ടോ. എന്തോ ബർത്ത്ഡേ പാർട്ടിയോ എന്തോ പാട്ടെല്ലാം ഉണ്ടായിട്ട് നമ്മൾ സൗണ്ട്. അപ്പോൾ ഇവരെല്ലാം ഫുഡ് വാങ്ങി കഴിച്ചില്ല, ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. ഇനി നമ്മൾ പോവാൻ പോകും. ഇതൊരു പഴയ വീടായിട്ടാണ് ഇവിടെ ഒരു ഹോട്ടല് തുടങ്ങിയത്. ഇത് അടുത്ത ദിവസം കേട്ടോ. നമ്മളൊന്ന് നൈറ്റല്ലേ പോയത്. ദേവൂട്ടൻ പിറ്റേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അടുത്ത് തന്നത്. നല്ല രസമാണ് കാണാൻ. ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടെല്ലാം ഉണ്ട് കേട്ടോ. ഹൗസ് ബോട്ട് സർവീസെല്ലാം ഉണ്ട്. വെക്കേഷൻ്റെ സമയത്ത് ഭയങ്കര തിരക്കാണ്. അടുക്കാൻ പറ്റൂല, അത്രക്കും ആൾക്കാരുണ്ടാവും. ഇപ്പൊ രാത്രി വരെ ഹൗസ് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. നമ്മ പിന്നെ കുറച്ച് സമയം നിന്നിട്ട് പെട്ടെന്ന് പോയി. അങ്ങനെ നമ്മ ഇവിടത്തേക്ക് എത്തിയിട്ടാ. ആടെ നേടാൻ വേണ്ടി പറ്റുന്നില്ല. ഞാനും ഇവർ 2 കുട്ടികളും വന്ന്. ഇനി മറ്റുള്ളവർ വരുന്നുണ്ട്. കുറച്ചാൾ റിക്ഷയിൽ വരുന്നുണ്ട്, കുറച്ചാൾ സൈക്കിൾ എടുത്തിട്ട് വരുന്നുണ്ട്, ദേവൂട്ടൻ സ്കൂട്ടി എടുത്തിട്ട് വരുന്നുണ്ട്. അവിടെ പകലൊരു ദിവസം പോകണം, എന്നാൽ പിന്നെ നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റും. അവിടെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ഫുള്ള് ഇരുട്ടായിട്ട്.